മോട്ടിവേഷൻ എക്സ്റ്റേണൽ ആണെന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ ഇത് റിയാലിറ്റി മോട്ടിവേഷൻ ഇന്റേണൽ ആണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഇന്റേണൽ മോട്ടിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് മോട്ടിവേഷൻ. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഒത്തിരി നാളത്തെ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തു, അത് സബ്മിറ്റ് ചെയ്തു, വൻ വിജയമായിട്ട് കിട്ടുമ്പോൾ നമ്മളൊന്ന് മോട്ടിവേറ്റഡ് ആവും. അതല്ലാതെ മോട്ടിവേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒന്നല്ല ആക്ഷൻ. പക്ഷെ ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ ഈ മോട്ടിവേഷൻ എന്ന് വെച്ചാൽ എക്സ്റ്റേണലി കിട്ടിക്കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ പറയാം, ഈ മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരുപാട് മോട്ടിവേഷന് വേണ്ടിയിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. നമുക്ക് എത്ര നേരം മോട്ടിവേഷൻ നിൽക്കും? അത് കൂടിപ്പോയാൽ അന്നൊരു വൈകിട്ട് വരെ നിൽക്കും. പിറ്റേ ദിവസം എത്തുമ്പോൾ നാളെ തൊട്ട് നന്നാവണം എന്ന് വിചാരിക്കും. പിറ്റേ ദിവസം എത്തുമ്പോൾ അത് ഉണ്ടാവില്ല. ബിക്കോസ് എന്താ, മോട്ടിവേഷൻ നമുക്ക് എക്സ്റ്റേണലി കിട്ടുന്നത്. സോ ഇന്റേണൽ മോട്ടിവേഷനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ഇന്റേണലി എങ്ങനെ മോട്ടിവേറ്റഡ് ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം എന്താണോ, അത് എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ ചെയ്യുന്നത്, അത് ചെയ്ത് കഴിഞ്ഞ് കിട്ടുമ്പോൾ ഉള്ള ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണം. സോ ആക്ഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മോട്ടിവേഷൻ. അതാണ് ഇന്റേണലി ഉള്ളൂ, അത് മാത്രം നിലനിൽക്കുള്ളൂ.